अंदर से कोई बाहर, बाहर से कोई अंदर, हम तुम एक कमरे में बंद हो. ഇത് പാടാൻ മെയിൻ കാരണം ഇന്നത്തെ ഒരു ലോകാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകത്തിൽ പല മതവിശ്വാസങ്ങളുണ്ട്, പല തരത്തിലുള്ള മതവിശ്വാസങ്ങളുണ്ട്. ഇന്ന് ലോകത്തിൽ ഇപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓഫറുകളുടെ കാലമാണ്. ഓഫറുകളുള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതലും. അതേപോലെ തന്നെയാണ് മതവിശ്വാസവും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. പലരും ഏതിലാണ് നല്ല ഓഫറുള്ളത് മതം നോക്കിയാണ് ഇപ്പോൾ പോകുന്ന അവസ്ഥ, വിശ്വാസം ഉണ്ടാക്കുന്ന അവസ്ഥ. അപ്പോൾ ഏതെങ്കിലും മതം മാറിന ശേഷം കൂടുതൽ സുഖസൗകര്യങ്ങൾ പ്രദാനം ചെയ്യുകയാണെങ്കിൽ ആ മതത്തിൽ കൂടുതൽ ആളുകൾ പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ നോക്കി പോകാൻ കാരണം സുഖിച്ച് ജീവിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത്. അപ്പം കഠിനാധ്വാനം ചെയ്യാതെ കുറച്ച് പൈസ കിട്ടി ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക, പണി ചെയ്യാൻ തയ്യാറില്ല, പണി ചെയ്യാണ്ട് എങ്ങനെ ജീവിക്കാം, ഇങ്ങനെയുള്ള പല ചിന്തകളാണ് പലരെയും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് വരുത്തുന്നത്. അപ്പം നമുക്കൊരു ചിന്താഗതി വേണം, അത് തിരഞ്ഞെടുത്ത് അതിൽ വിശ്വസിച്ച് നടക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒന്ന് മാറി പിന്നെ ദൈവവിശ്വാസം ഉണ്ടാവും, പിന്നെ വീണ്ടും ദൈവവിശ്വാസത്തിൽ വരും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം ഇതാണ്. ഓഫറുകൾ തേടിയുള്ള പോക്ക് മനുഷ്യനെ തെറ്റിലേക്കാണ് നയിക്കുക. അത് കാരണം നമുക്ക് ബുദ്ധിയും ബോധമുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇപ്പോൾ ഗൂഗിളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും കിട്ടും, എല്ലാ മതത്തിൻ്റെയും ഏതാ നല്ലതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഇത് അങ്ങനെ മാറിപ്പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രധാന കാരണം ഓഫറുകൾ എവിടെയുണ്ടോ അവിടെ നോക്കി നടക്കുന്ന ഒരു ജനതയെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓഫറുകളെല്ലാം മെയിൻ. നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനുള്ള ഒരു അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് വേണം ആ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് വരാനായിട്ട്, ആ മതവിശ്വാസത്തിലേക്ക് വരാനായിട്ട്. അല്ലാതെ ഓഫറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓഫറുകൾ അവസാനിക്കുമ്പോൾ വേറെ മതത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയല്ല വേണ്ടത്. വിശ്വാസം മുറുകെ പിടിക്കുക, ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക, അതിൽ ഓഫർ നോക്കരുത്, ആ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുക.